ഇന്ന് ചെറിയൊരു ബീഫ് കറി ഉണ്ടാക്കുന്ന കണ്ടാലോ? ആദ്യം തന്നെ നമ്മുടെ കുക്കറിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത നമ്മുടെ ബീഫ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് അവിടെ നിന്ന് വേവട്ടെ, നമുക്കിനി മസാലയിലേക്ക് കിടക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്തും ഇട്ട് അത് കരിഞ്ഞു പോകാതെ വറുത്ത് കോരി മാറ്റി വെച്ചേക്കാം. ഇനി ബാക്കിയുള്ള വെളിച്ചെണ്ണയിലോട്ട് നല്ല നീളത്തിലരിഞ്ഞ കുറച്ച് സവാള നമുക്ക് വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള വഴലാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് ഉപ്പും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കി നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ബീഫ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിയും നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊടികളിനത് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം വഴണ്ടു വന്ന ഉള്ളിയുടെ മുകളിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിലൊന്ന് മിക്സ് ചെയ്ത് മസാല ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ആ കുക്കർ തുറക്കുമ്പോൾ ബീഫിൻ്റെ ഒരു മണവും ഇനി നമുക്ക് ആ മസാല ആ ബീഫിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് ഇടാതെ എന്ത് ബീഫ് കറിയല്ലേ? അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിനുള്ള കുരുമുളകും ഇട്ട് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഇട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് വീണ്ടും ഇത് സ്റ്റൗവിൽ വെക്കാം. ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ആ ഹൈ ഫ്ലെയിമിൽ അവിടെ ഇരുന്ന് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ. നമ്മുടെ ബീഫ് ഇവിടെ കുറച്ച് ഡ്രൈ ആയി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്കും ആ ബൗളിൽ നിന്ന് കുറച്ചൊരു പ്ലേറ്റിലേക്കും മാറ്റി ഒരു പീസ് ചപ്പാത്തിയുടെ കൂടെ അതിൽ നിന്ന് ഒരു കഷ്ണം ബീഫ് എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ചാറും എടുത്ത് ഒന്ന് കഴിച്ചാലുണ്ടല്ലോ, സ്വർഗം.